Hello everyone, it's me Tell Me TV. Welcome back to my channel. നമ്മൾ നല്ല വെതറൊക്കെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ്. ഞങ്ങളിപ്പോൾ ഒരു ക്യാസിൻ്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. ഇവിടെ നല്ല സൂപ്പർ സ്റ്റണ്ണിങ് വ്യൂ ആണ്. കാരണം ഈ ക്യാസിൻ്റെ തൊട്ടടുത്ത് ക്യാസിലുകളെല്ലാം തന്നെ ബീച്ചിനോട് അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ബീച്ചും കുന്നും മലഞ്ചെരുവും എല്ലാം കാണാനായിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ ക്യാസിൻ്റെ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. നമുക്കത് സ്കോട്ട്ലൻഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം സ്കോട്ട്ലൻഡിലോട്ട് ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് സ്കോട്ട്ലൻഡിൽ പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ നേഴ്സുമാരാണെങ്കിൽ ഇവിടെ NHS ഹോസ്പിറ്റലുകളിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സ്കോട്ട്ലൻഡിൽ ലൈഫ് സ്റ്റൈൽസ്, അങ്ങനെ സ്കോട്ട്ലൻഡിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. UK 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, പിന്നെ നോർത്തേൺ അയർലൻഡ്. ഇതിൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെയിൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയും. നോർത്തേൺ അയർലൻഡ് സെപ്പറേറ്റ്. ഇനി പോപ്പുലേഷൻ വൈസ് പറയുവാണെങ്കിൽ സ്കോട്ട്ലൻഡ് ഒത്തിരി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല. ഒരു സൈസ് വൈസ് പറയുകയാണെങ്കിൽ ഒരു 10 സ്കോട്ട്ലൻഡ് കൂടി ചേരുന്നതാണ് ഒരു ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ സ്കോട്ട്ലൻഡിൽ എന്തോരം പോപ്പുലേഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയായിട്ട് ഇതൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. എസ്പെഷ്യലി നമുക്ക് ഡിഫറൻസ് അറിയും. നമ്മൾ ലണ്ടൻ ഏരിയയിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ട്രാഫിക്കിൽ ഇങ്ങനെ വണ്ടികളിങ്ങനെ കുറേ വെയിറ്റിംഗ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ സ്കോട്ട്ലൻഡ് ശരിക്കും ട്രാഫിക് ഇല്ല, പൊല്യൂഷൻ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ശരിക്കും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, നാച്ചുറൽ ബ്യൂട്ടിയിൽ റിച്ച് ആയിട്ടുള്ളൊരു രാജ്യമാണിത്. ഇനി സ്കോട്ട്ലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ മെയിനായിട്ട് പറഞ്ഞാൽ ഗ്ലാസ്ഗോ, എഡിൻബറ, അബർഡീൻ, ഡണ്ടി, പിന്നെ ഹൈലൻഡ് ഏരിയ, ഇതൊക്കെയാണ് സ്കോട്ട്ലൻഡിലെ മെയിൻ സിറ്റീസ് എന്ന് പറയുന്നത്. ഗ്ലാസ്ഗോ ആണ് ലാർജസ്റ്റ് സിറ്റി സ്കോട്ട്ലൻഡിലെ, പക്ഷേ ക്യാപിറ്റൽ വരുന്നത് എഡിൻബറയാണ്. ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ തിരക്കുള്ളൊരു സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്ഗോ ആയിരിക്കും. അബർഡീൻ കുറച്ചുകൂടെ നോർത്തേൺ പാർട്ടിലാണ്. ഗ്ലാസ്ഗോനെ എഡിൻബറേനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ബിസി പ്ലേസ് അല്ല അബർഡീൻ കുറച്ചുകൂടെ എന്നാ പറയുക, സറൗണ്ടഡ് ബൈ ബീച്ചസ് ആണ്. നിറയെ ഈ നോർത്ത് സീ ആയിട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നിറയെ ബീച്ചസ് ആണ്. മുക്കിലും മൂലയിലും നമുക്ക് പോയി കഴിഞ്ഞാൽ ബീച്ചും ക്യാസലൊക്കെ കാണാൻ പറ്റും. അത് സ്കോട്ട്ലൻഡിൽ ഏത് ഭാഗത്ത് ചെന്നാലും നിങ്ങൾക്ക് ക്യാസൽ ഇഷ്ടം പോലെ കാണാൻ കേട്ടോ. എന്നാലും അബർഡീനിൽ കുറച്ചുകൂടെ ചേർന്ന് അബർഡീൻ കിടക്കുന്നത്. സ്കോട്ട്ലൻഡിൽ മലയാളീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളീസേ ഉള്ളൂ. കാരണം ഈ അബർഡീനിൽ തന്നെ ഒരു 200 ഫാമിലിയോളം മേലെ മലയാളീസ് ഉണ്ട്. ഗ്ലാസ്ഗോ ഏരിയയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൽ കൂടുതലാണ് മലയാളി കമ്മ്യൂണിറ്റീസ്. സ്കോട്ട്ലൻഡിൽ ലാംഗ്വേജ് എന്നാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് തന്നെയാണ്. അതിൽ സ്കോട്ടിഷ് ആക്സെൻറ്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് എല്ലാവരും ചോദിക്കായിരുന്നു സ്കോട്ടിഷ് മനസ്സിലാക്കാൻ പാടുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, ഈവൻ സെപ്പറേറ്റ് സ്കോട്ടിഷ് പഠിക്കണമെന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% സിമിലർ ടു ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ചില വേർഡ്സൊക്കെ അവർ സ്കോട്ടിഷ് വേർഡ്സ്, ഒരു പ്രത്യേകതരം വേർഡ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം. എന്നാൽ പോലും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ കുട്ടികളെ വിടുവാണെങ്കിൽ തന്നെ അവിടുത്തെ മിസ്സുമാർ, സ്റ്റുഡൻസ്, മീൻസ് കുട്ടികൾ എല്ലാവരും തന്നെ പ്രോപ്പർ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്നത്. ഈ ലോക്കൽസ് കുറച്ച് കൂടുതൽ എനിക്ക് തോന്നിയത് പ്രായമായ ആൾക്കാർ, അവർ കുറച്ച് സ്കോട്ടിഷ് ചേർന്ന് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ ആയാലും, ഇപ്പോൾ കേരളത്തിൽ മലയാളമാണ് എല്ലാവരുടെ ഭാഷ എന്ന് പറഞ്ഞാലും കോട്ടയത്ത് ഒരു സ്ലാങ്, തിരുവനന്തപുരത്ത് ഒരു സ്ലാങ്ങിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെയൊക്കെ എനിക്ക് അത്രയ്ക്ക് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ. പ്രോപ്പർ ഇംഗ്ലീഷ് തന്നെ. ഇവിടെ റിലീജിയൻ വെച്ച് പറയുവാണെങ്കിൽ ഒരു 50% എബോ ആൾക്കാരും ക്രിസ്ത്യൻസ് ആണ്. പിന്നെ 30% പ്രത്യേകിച്ച് റിലീജിയനൊന്നും ഇല്ല. പിന്നെ ഹെഡ് ഓഫ് ദി UK എന്ന് പറയുന്നത് മൊണാർക്കാണ്. ക്വീൻ എലിസബത്തിൻ്റെ കൺട്രോളിലാണ് ഹെഡ് ഓഫ് ദി UK വരുന്നത്. സ്കോട്ട്ലൻഡ് അതിൻ്റെ കീഴിൽ തന്നെ. പക്ഷേ സ്കോട്ട്ലൻഡിന് മാത്രമായിട്ടൊരു ഫസ്റ്റ് മിനിസ്റ്റർ ഉണ്ട്. സ്കോട്ട്ലൻഡ് ഇപ്പോഴത്തെ ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിക്കോളാ സ്റ്റാർജൻ ആണ്. സ്കോട്ട്ലൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി പറയുവാണെങ്കിൽ സ്കൂളിംഗ് UKയിലെ ഏത് പാർട്ടിലും ഫ്രീ ആണ്. അതായത് പബ്ലിക് സ്കൂളിംഗ്, ഗവൺമെൻറ് സ്കൂള് ഏത് പാർട്ടിലും ഫ്രീ ആണ്. പ്രൈവറ്റ് സ്കൂൾ ഓഫ് കോഴ്സ് ഫീസ് കൊടുക്കണം നമുക്ക്. പക്ഷേ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ ഇംഗ്ലണ്ട് ഏരിയയിൽ നമുക്ക് ഫീസ് പേ ചെയ്യേണ്ടതുണ്ട്. അതായത് ഗവൺമെൻറ് ലോണായിട്ട് തരും. പക്ഷേ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ ലോൺ തിരിച്ചടയ്ക്കണം. സ്കോട്ട്ലൻഡിലാണെങ്കിൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ ടോട്ടലി ഫ്രീ ആണ്. ഇത് UK സിറ്റിസണോ അല്ലെങ്കിൽ PR ഉള്ള സ്റ്റുഡൻസിന് മാത്രം. പക്ഷേ ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ മെയിൻലി വരുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി, ഡണ്ടി യൂണിവേഴ്സിറ്റി, അബർഡീൻ, എഡിൻബറ, ഇതൊക്കെ അത്യാവശ്യം നല്ല ഹൈ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ കുറച്ച് ഫീസ് ഹൈ ആണ്. £20,000 പെർ ആനൊക്കെ വരുന്നുണ്ട്. അതിന് എബോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് സ്കോട്ട്ലൻഡിൽ യൂണിവേഴ്സിറ്റീസ് എക്സ്പെൻസീവ് ആണോ, നല്ല ഫീസാണല്ലോ പറയുന്നതെന്ന്. ഇതൊക്കെ ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസാണ്. പക്ഷേ നേപ്പിയർ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് സ്കോട്ട്ലൻഡ്, ഇങ്ങനെ പറയുന്ന യൂണിവേഴ്സിറ്റിയിലൊന്നും അത്രയധികം ഫീസ് വരുന്നില്ല. അങ്ങോട്ടേക്കും സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. പിന്നെ പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ചോദിക്കുവാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ നമുക്ക്
എന്ത് പാർട്ട് ടൈം ജോബും ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കെയർ ഹോമിൽ പോകാനോ അല്ലെങ്കിൽ പിസ്സ ഹട്ടിൽ ബർഗർ കിങ്ങിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യാനാണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ഓപ്ഷന് വലിയ ഡിഫിക്കൽട്ടി ഇല്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പഠിച്ച ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ട് ഒരു പാർട്ട് ടൈം ജോബ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ കമ്പനീസും കുറച്ച് കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ആ പർട്ടിക്കുലർ കോഴ്സിന് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാൻ പാടാണ്. പക്ഷേ ജനറലി പാർട്ട് ടൈം ജോബിന് ഒരു ഡിഫിക്കൽറ്റും ഇല്ല. ഇനി അക്കോമഡേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ സ്കോട്ട്ലൻഡ് കമ്പാരിറ്റീവ്ലി ഒരു ചീപ്പ് സ്ഥലമാണ്. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇംഗ്ലണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചീപ്പാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് തന്നെയല്ല, ഇപ്പോൾ യു കെയിൽ വെയിൽസ് നോർത്തേൺ അയർലൻഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ മെജോറിറ്റി ആൾക്കാർ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുന്നത് ഇംഗ്ലണ്ട് ഏരിയയിലോട്ട് ആയതുകൊണ്ടാട്ടോ ഞാൻ ഇംഗ്ലണ്ട് വെച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അക്കോമഡേഷൻ പറയുവാണെങ്കിൽ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നർ ലണ്ടൻ ഏരിയയിൽ അക്കോമഡേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ ഇപ്പോൾ ഗ്ലാസ്കോ ഏരിയയിലൊക്കെ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ £350 തുടങ്ങിയിട്ട് നമുക്ക് 2 ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടും. അത് £400 നമുക്ക് ഈസി ആയിട്ട് 2 ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടും. അത് ഓരോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ സിറ്റി ഏരിയയിലാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പിന്നെ ഫ്ലാറ്റിൻ്റെ ഫെസിലിറ്റീസും അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇംഗ്ലണ്ടിലൊക്കെ ആ സമയം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അക്കോമഡേഷൻ്റെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ സ്കോട്ട്ലൻഡാണ് കുറച്ചും കൂടെ അഫോർഡബിൾ. പിന്നെ ബാക്കിയുള്ള ലിവിങ് എക്സ്പെൻസൊക്കെ ഓൾമോസ്റ്റ് ഓൾ പാർട്ട് ഓഫ് ദ UK സെയിം ആണ്. അത് ഫുഡ്, ഗ്രോസറി, ഇൻ്റർനെറ്റ് അതെല്ലാം ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ സെയിം ആണ്. ഇനി നഴ്സിംഗ് ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കൂടുതലും വരുന്നത് ഇംഗ്ലണ്ട് ഏരിയയിലോട്ടുള്ള NHS ഹോസ്പിറ്റലിലോട്ടാണ്. സ്കോട്ട്ലൻഡിലോട്ട് കെയർ ഹോമുകളിലേക്കൊക്കെ വരുന്നുണ്ട്, നഴ്സുമാരെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ NHS ഹോസ്പിറ്റലിലോട്ട് അധികം കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ നിങ്ങൾക്ക് വൺസ് NMC രജിസ്ട്രേഷൻ UK എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് UK ഏത് ഭാഗത്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇങ്ങോട്ടേക്ക് സ്കോട്ട്ലൻഡിലോട്ടേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിന് ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ഡിപ്പെൻഡൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ വർക്ക് വിസയിൽ വരുന്ന ആൾക്കാർ ഡിപ്പെൻഡൻസ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ജോബും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ജോബ് കണ്ടുപിടിക്കാൻ വലിയ ഡിഫിക്കൽട്ടി ഇല്ല. പക്ഷേ ഒരു പ്രൊഫഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ IT ഒക്കെ ബേസ് ചെയ്തിട്ടൊക്കെ വരണമെങ്കിൽ നമുക്ക് IT കമ്പനീസൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടും കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ടും സ്കോട്ട്ലൻഡിൽ ആ പ്രൊഫഷനൊക്കെ ജോലി കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതൊക്കെ കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ ഇംഗ്ലണ്ട് ഏരിയയിലോട്ടാണ്. നഴ്സുമാർക്ക് ഇവിടെ ജോബ് കിട്ടാനായിട്ട് യാതൊരു ഡിഫിക്കൽട്ടി ഇല്ല. അതായത് NHSൽ എപ്പോഴും സ്റ്റാഫ് ഷോർട്ടാണ്. ഈവൻ കെയർ ഹോമുകളിലായാലും നമുക്ക് നഴ്സുമാർക്ക് ഈസി ആയിട്ട് ജോബ് കണ്ടുപിടിക്കാവുന്നതാണ്. ഈവൻ ടീച്ചിങ് ജോബിനും അത്യാവശ്യം വേക്കൻസീസും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ടീച്ചിങ് ജോബിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. ഇവിടെ ഏതെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈസിലി ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്തിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. NHS ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾ ഓവർ UK നമുക്ക് ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആണ്. പക്ഷേ ഇംഗ്ലണ്ട് ഏരിയയിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷന് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സ്കോട്ട്ലൻഡിൽ അങ്ങനെയില്ല, ടോട്ടലി അത് ഫ്രീ ആണ്. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്കോട്ട്ലൻഡിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നിയേക്കുന്നത് ഇവിടുത്തെ വെതറാണ്. അതായത് ഇവിടെ സമ്മർ വളരെ കുറവാണ്, 3-4 മാസം നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വിൻ്റർ തണുപ്പായിരിക്കും, അല്ലെങ്കിൽ മഴയാണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാട്ടിലെ പോലെ വലിയ മഴയൊന്നുമല്ല, പക്ഷേ ഈ തൂളിക്കൊണ്ടിരിക്കും, ചെറിയ ചാറ്റൻ മഴ പോലെ എപ്പോഴും ഇങ്ങനെ വെറ്റായിട്ടായിരിക്കും. ഈവൻ ഗ്ലാസ്കോ റീജിയനിൽ ഞങ്ങളായിരുന്നപ്പോൾ എപ്പോഴും മഴയായിരുന്നു. ഇവിടെ മഴയുണ്ട്, അവിടെയും മഴയുണ്ട്. പക്ഷേ ഇവിടെ മഴയേക്കാളും കൂടുതൽ നല്ല കാറ്റും പിന്നെ ഒരു വെറ്റായിട്ടിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നണേ. സമ്മർ കുറച്ചുകൂടെ കുറവാണ്, പക്ഷേ ഇംഗ്ലണ്ട് ഏരിയയിലോട്ട് കുറച്ചുകൂടെ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ പുറത്ത് പോയി കളിക്കാനൊക്കെ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ആയിരിക്കും കിട്ടുക. UK എന്ത് ജോലി ചെയ്യുവാണെങ്കിലും നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് പോകും. പിന്നെ NI നാഷണൽ ഇൻഷുറൻസ്, അതായത് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ NI എമൗണ്ട് ആയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ടും പോകും. അപ്പോൾ ഈ ടാക്സ് എന്ന് പറയുന്നത് ഓൾ ഓവർ UK സെയിം ആട്ടോ. ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ കൂടുതൽ ടാക്സ്, ഇംഗ്ലണ്ട് ഏരിയയിൽ കുറച്ച് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്കോട്ട്ലൻഡിൽ വാട്ടർ ഫ്രീ ആണ്. ഇംഗ്ലണ്ട് ഏരിയയിലോട്ട് നമ്മൾ വെള്ളത്തിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്, ഇവിടെ വാട്ടറിന് അങ്ങനെ ചാർജ് ഇല്ല, അത് ഫ്രീ ആണ്. ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള മെയിൻ കൺസേൺ ആണ് ഇവിടുത്തെ ക്ലോറിൻ വെള്ളം ആയിരിക്കുമോ, നമ്മുടെ മുടിയൊക്കെ ഒത്തിരി പോകുമെന്നൊക്കെ. എനിക്കും ഉണ്ടായിരുന്നു ആ വറിയൊക്കെ. പക്ഷേ ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ ഭയങ്കര പക്ക പ്യൂർ വാട്ടറാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും സ്കോച്ച് വിസ്കി എന്ന് പറയുന്നത് വേൾഡ് ഓവർ ഫേമസ് ആണ്. നമുക്ക് സ്കോട്ട്ലൻഡിലെ ഹൈലൻഡ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഡിസ്റ്റിലറീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് വാട്ടർ അത്രയും പ്യൂർ ആയതുകൊണ്ട് തന്നെ കുറേയും വിസ്കി എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ബിസിനസ്സാണ് സ്കോട്ട്ലൻഡിൻ്റെ. വാട്ടർ നല്ല പ്യൂറാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളം ചുമ്മാ പച്ചവെള്ളം കുടിക്കാൻ വരെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടുത്തെ വെള്ളം അടിപൊളിയാണ്.
പേ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ NHS നഴ്സുമാർക്ക് ഓൾ ഓവർ UK സെയിം പേ ആണ്, സെയിം ബാൻഡ് ഓഫ് പേ ആണ് വരുന്നത്. ഈവൻ മിനിമം വേജ് ഓഫ് പേയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എല്ലായിടത്തും തന്നെ, UK ഏത് ഭാഗത്തും തന്നെ. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ 8 പൗണ്ട് അല്ലെങ്കിൽ 8.5 പൗണ്ട് മിനിമം വേജ് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത്രയും അവർ കൊടുക്കത്തില്ല, അതിൽ നിന്ന് കുറച്ചും കൂടെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഞങ്ങളിവിടെ UK വന്നിട്ട് 8 വർഷത്തിന് മേലെയായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നത് സ്കോട്ട്ലൻഡിലോട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിനോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ UK വേറൊരു ഭാഗത്ത് താമസിക്കാത്തതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ആയിട്ട്, അതായത് ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരായിട്ടാണ്. എനിക്കിവിടെ വരുമ്പോൾ റേസിസം ഉണ്ടാവുമോ, അങ്ങനെ നമ്മളെ മാറ്റി നിർത്തുമോ വർക്ക് പ്ലേസിൽ, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ കാര്യമേ വേണ്ട. ഇവിടുത്തെ ആൾക്കാരെല്ലാം എക്സെപ്ഷൻ ഉണ്ടാവും കേട്ടോ, 1-2 പേരൊക്കെ ഏത് സ്ഥലത്തും എക്സെപ്ഷൻ ഉണ്ടാവുമല്ലോ. എന്നാലും മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഈവൻ നെയ്ബേഴ്സൊക്കെ ആയാലും നമുക്ക് എന്ത് കാര്യത്തിന് നമുക്ക് ഓടിച്ചെന്ന് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോട്ട്ലൻഡിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.